ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിലൂടെ തുടങ്ങിയ നിഫ്റ്റി ഇന്നലത്തെ ക്ലോസിങ്ങിന് താഴെ 24,634 ക്ലോസ് ചെയ്തത്. അപ്പോൾ വലിയൊരു വോളറ്റിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഫൈനലായിട്ടൊരു ഫ്ലാറ്റ് പെർഫോമൻസ് ആണ് നമ്മൾ കാണുന്നത്. ഇന്നത്തെ ഹൈ ആയിട്ടുള്ള 24,791 എത്തിയിരുന്നെങ്കിലും 24,800 എന്നുള്ള ആ ഒരു ശക്തമായ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ നിഫ്റ്റിക്കായില്ല. അപ്പോൾ നാളെ നിഫ്റ്റി എക്സ്പയറി ആയതുകൊണ്ടുള്ള അപ്പ് ആൻഡ് ഡൗൺസ് ആണ് നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കണ്ടത്. അത് പ്യുവർലി ഒരു പൊസിഷൻ മാനേജ് ചെയ്യാൻ വേണ്ടി ട്രേഡേഴ്സ് നടത്തിയിട്ടുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള അപ്പ് ആൻഡ് ഡൗൺസ് ആണെന്ന് കാണാൻ കഴിയും. അപ്പോൾ നാളെയും മാർക്കറ്റിൽ ഇതേപോലെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം. ഇന്ന് ബ്രോഡർ മാർക്കറ്റിലും ഒരു മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് നമ്മൾ കാണുന്നത്. BSE നോക്കുകയാണെങ്കിൽ 44% സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 51% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. NSEയിലാണെങ്കിൽ 1497 സ്റ്റോക്കുകൾ അഡ്വാൻസ് ചെയ്തപ്പോൾ 1579 സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തിട്ട് കാണാം. ഏതായാലും 24,600 ഈ ഒരു സപ്പോർട്ട് നിൽക്കുമോ, നാളെയും ഇതേപോലെ ഹൈ വളറ്റൈൽ ആകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. F&Oയിലെ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ 25,000 24,800 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നമ്മൾ കാണുന്നത്. പുട്ട് സൈഡിലാണെങ്കിൽ 24,600 24,500 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുന്നത്. അപ്പോൾ ആ 24,500 25,000 ഇടയിൽ ഒരു റേഞ്ചാണ് നമ്മൾ നിലവിൽ ഷോർട്ട് ടേമിൽ കാണുന്നത്. അപ്പോൾ നാളെ തന്നെ 24,800 ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഷോർട്ട് കവറിങ് അല്ലാത്ത ഒരു മൂവ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. പിന്നെ ബ്രോഡർ മാർക്കറ്റിൽ നമ്മൾ നോക്കുമ്പോൾ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്, സ്മോൾ ക്യാപ്പ് നെഗറ്റീവിലുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അണ്ടർലൈങ് ആയിട്ടുള്ള ഒരു ബൈങ് പല മേഖലകളിൽ നടക്കുന്നുണ്ട് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഓവറോൾ മാർക്കറ്റിൽ ഒരു ഭയം നിലനിൽക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. കാരണം മാർക്കറ്റ് മൂഡ് ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കുറേ ദിവസങ്ങളായിട്ട് ഗ്രീഡ് സോണിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഫിയർ സോണിലേക്ക് മാറിയതായിട്ട് കാണാം. ഇന്ന് 2 സെക്ടർ ഇൻഡെക്സുകൾ 1% കൂടുതൽ റാലി നടന്നതായിട്ട് കാണാം. അതിലൊന്ന് നിഫ്റ്റി PSU ബാങ്കും മറ്റൊന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റുമാണ്. അപ്പോൾ ഈ PSU ബാങ്കുകളിൽ വളരെ പോസിറ്റീവായ റിപ്പോർട്ടുകൾ പല റിസർച്ച് ഫേമുകളും പ്രസിദ്ധീകരിച്ചതായിട്ട് കാണാം. ഇത് പറയുന്നത് ഇന്ത്യയിലെ പബ്ലിക് സെക്ടർ ബാങ്കുകൾ അവരുടെ ബിസിനസ് ഒരു ടേൺ അറൗണ്ട് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ 15 വർഷത്തിൽ ആദ്യമായിട്ട് പ്രൈവറ്റ് ബാങ്കുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലോൺ ഗ്രോത്തിൽ മുന്നിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. അതുകൂടാതെ PSU ബാങ്കുകളുടെ അസറ്റ് ക്വാളിറ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കൂടാതെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് മാനേജ്മെന്റും കാണാൻ കഴിയും. കൂടാതെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഗ്രോത്ത് അത് പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതായിട്ടും കാണാം. അതുപോലെ മൊത്തത്തിലൊരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റാണ് PSU ബാങ്കുകളിൽ കാണുന്നത്. ഇപ്പോൾ ഇവിടെ SBIയും അതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്ക് പോലെയുള്ള സ്റ്റോക്കുകൾ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇന്ന് PSU ബാങ്ക് ഇൻഡെക്സിലുള്ള 12 സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതിൽ ഇന്ത്യൻ ബാങ്ക്, കനറ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, മഹാരാഷ്ട്ര ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, SBI പോലെയുള്ള ബാങ്കുകളൊക്കെ ഏകദേശം 2% ചുറ്റിപ്പറ്റിയുള്ള ഒരു മുന്നേറ്റം നടത്തിയതായിട്ട് കാണാം. അപ്പോൾ PSU ബാങ്ക് കൂടാതെ ഇന്ന് 1% കൂടുതൽ ഗ്രോത്ത് കടന്ന ഒരു സെഗ്മെന്റ് കാണുന്നത് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെന്റ് ആണ്. ഇപ്പോൾ HSBC ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് റിസർച്ചിന്റെ ഒരു റിപ്പോർട്ട് പ്രകാരം ഈ ക്രൂഡ് ഓയിൽ പ്രൈസസ് വലിയ തോതിൽ ലോവർ ആയിട്ടുള്ള ഒരു നിലയിൽ കാണുന്നത് കൊണ്ടും അത് ഈ ഓട്ടോ ഫ്യൂവൽ അതിൻ്റെ പ്രത്യേകിച്ച് പെട്രോളിയം, ഡീസൽ പോലെയുള്ള അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് മാർജിന് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഗ്ലോബലായിട്ട് LPG പ്രൈസസ് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു നഷ്ടം 30 മുതൽ 40% വരെ കുറയുമെന്നാണ് ഇവരുടെ ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ HSBCയുടെ ഈ വർദ്ധിച്ച മാർക്കറ്റിംഗ് മാർജിൻ എസ്റ്റിമേറ്റ് അത് തീർച്ചയായിട്ടും ഈ പെട്രോളിയം ഗ്യാസ് കമ്പനികളുടെ ഏർണിങ്സിൽ ശക്തമായൊരു വർധനവുണ്ടാക്കുമെന്നാണ് അവർ നൽകുന്ന റിപ്പോർട്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മൂവ് പല സ്റ്റോക്കുകളിൽ നമുക്ക് കാണാം. പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള പോസിറ്റീവ് ഡെവലപ്മെന്റ്സും ആ സെക്ടറിൽ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് ഓയിൽ ഇന്ത്യ അവർ എക്സ്ചേഞ്ചിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു ഫയലിങ്ങിൽ നമ്മൾ കാണുന്നത് അവരുടെ അൻഡമാനിലെ വിജയപുര 2 പര്യവേഷണ പ്രൊജക്റ്റിൽ നാച്ചുറൽ ഗ്യാസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പ്രിലിമിനറി അനാലിസിസിൽ ആ ഗ്യാസ് സാമ്പിൾസ് നാച്ചുറൽ ഗ്യാസ് ആണെന്ന് കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻഡമാനിലുള്ള ഈ ഒരു എണ്ണ പര്യവേഷണ ഈ പ്രൊജക്റ്റിൽ ഓയിൽ ഇന്ത്യ മാത്രമല്ല ONGCയും അവിടെ ഇടപെടുന്നുണ്ട്. ഇത്ര ആളും ഒരു മേജർ ഡിസ്കവറിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു ബ്രേക്ക് ത്രൂ ആകുമോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കുകളിൽ ഒരു അപ്സൈഡ് മൂവ് ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെ പെട്രോളിയം മിനിസ്റ്റർ ആയിട്ടുള്ള ഹർദീപ് സിംഗ് പുരി അദ്ദേഹം ഒരു ചോദ്യത്തിന് ഉത്തരവായിട്ട് പറഞ്ഞത് നിലവിൽ ഈ ഗ്യാസ് ആൻഡ് പെട്രോളിയം മേഖലയിലുള്ള PSU കമ്പനികളെ
അതിൻ്റെ ഗവൺമെൻറ് സ്റ്റേക്ക് വിറ്റഴിക്കാനുള്ള യാതൊരു പ്ലാനും ഗവൺമെൻറ്റിന് മുന്നിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് അദ്ദേഹം കാരണമായിട്ട് പറയുന്നത് വളരെ കുറച്ച് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനികളാണ് നിലവിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളത്. അപ്പോൾ അവർ നല്ല പ്രോഫിറ്റിലാണ് എല്ലാ കമ്പനികളും ഉള്ളത്. അതുകൂടാതെ ഡിവിഡൻഡ് ഇൻകത്തിലൂടെ നല്ലൊരു ഇൻകമാണ് ഗവൺമെൻറ്റിന് ഈ കമ്പനികൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരം കമ്പനികളിലുള്ള സ്റ്റേക്ക് കുറക്കുക എന്നുള്ളത് ഗവൺമെൻറ് ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പോൾ ഇതിൽ നിന്നും ഇത്തരം ഓയിൽ റിഫൈനറി കമ്പനികളും അതുപോലെ ഓയിൽ എക്സ്പ്ലോറേഷൻ കമ്പനികളൊക്കെ നല്ല പെർഫോമൻസ് ആണ് നടത്തുന്നത് എന്ന ഒരു അനുമാനത്തിൽ നമുക്ക് തീർച്ചയായിട്ടും എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് ആ ഒരു സെക്ടറിൽ ഉയർത്താൻ കാരണമായതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ഈ ക്രൂഡ് ഓയിൽ സെഗ്മെൻറ്റിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, അമേരിക്കയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു നീക്കം ഇന്ത്യ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം US-ഉം ചൈനയും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ. ദിവസേന 52 ലക്ഷം ബാരൽ എണ്ണ ഇന്ത്യക്ക് ആവശ്യമുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ഉൽപ്പാദനം വളരെ കുറവായതിനാൽ 85% ക്രൂഡ് ഓയിലും നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റഷ്യ, ഇറാഖ്, സൗദി അറേബ്യ, UAE എന്നിവയാണ് ഇന്ത്യയുടെ പ്രധാന എണ്ണ വിതരണക്കാർ. ഇപ്പോൾ 2024 റഷ്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി നടന്നിട്ടുള്ളത്. അതുപോലെ ഇറാഖ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ ഒപെക് രാജ്യങ്ങളുടെ വിഹിതം ഏകദേശം 51.5% ആണ്. അപ്പോൾ US-ന്റെ പുതിയ താരിഫ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങൽ കുറയുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ പൂർണ്ണമായി മാറാൻ സമയമെടുത്തേക്കും. അപ്പോൾ അവിടെ ഇന്ത്യ അമേരിക്കയുടെ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു ബാർഗെയിനിങ്, അതായത് നിലവിൽ സാങ്ഷൻ നേരിടുന്ന വെനിസ്വേല, ഇറാൻ പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ അനുമതി നൽകുകയാണെങ്കിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറക്കാൻ ഇന്ത്യ തയ്യാറാണെന്നുള്ള ഒരു ബാർഗെയിനിങ് സ്റ്റാൻഡ് ഇന്ത്യ മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ ഏതായാലും എണ്ണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു ട്രേഡിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് സ്വാഭാവികമായിട്ടും അത് ഈ നവംബർ ആകുമ്പോഴത്തേക്ക് എന്നാൽ 25% താരിഫ് എന്നുള്ള ആ ഒരു അഡീഷണൽ താരിഫിൽ നിന്ന് ഇന്ത്യ ഒഴിവാകാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ നിലവിൽ നമ്മൾ GST-യുമായി ബന്ധപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. GST റാഷണലൈസേഷൻ്റെ ഭാഗമായിട്ട് പല പ്രോഡക്റ്റുകൾക്കും വില കുറയുമെന്നുള്ളത്. അപ്പോൾ ഈ FMCG സെഗ്മെൻറ്റിലും ഇത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് സ്വാഭാവികമായിട്ടുണ്ടാവും. എന്നാൽ ഇപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇപ്പോൾ അവരുടെ ഒരു ബിസിനസ് അപ്ഡേറ്റിൽ പറയുന്നത് അവരുടെ ഈ കമ്മിങ് ക്വാർട്ടറിലുള്ള ഗ്രോത്ത് ഫ്ലാറ്റ് ടു സിംഗിൾ ഡിജിറ്റിലായിരിക്കുമെന്നാണ്. പ്രതീക്ഷയിനേക്കാൾ വീക്കായിട്ടുള്ള ഒരു ബിസിനസ് അപ്ഡേറ്റ് ആണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം HUL എന്ന് പറയുന്നത് ടോയ്ലറ്റ് സോപ്പ്, ടൂത്ത് പേസ്റ്റ്, ഷാമ്പു, ഹെയർ ഓയിൽ തുടങ്ങിയിട്ടുള്ള ഹൗസ് ഹോൾഡ് ഐറ്റംസ് ആണ് അവർ വിൽപ്പന നടത്തുന്നത്. അവിടെ തീർച്ചയായിട്ടും GST കുറഞ്ഞിട്ടുണ്ട്. 18% നിന്ന് 5%, 12% നിന്ന് 5% പല പ്രൊഡക്റ്റുകൾക്കും കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ സെപ്റ്റംബർ 22 ശേഷമാണ് ഇത് നിലവിൽ വരുന്നത് കൊണ്ട് തന്നെ ഇവരുടെ പല ക്ലയൻസും അല്ലെങ്കിൽ അവരുടെ ബയേഴ്സ്, കസ്റ്റമേഴ്സ് അവരുടെ ആ ഒരു ബൈങ് ഡിസിഷൻ നീട്ടിവെച്ചത് കാരണം ഇവരുടെ പ്രൊഡക്റ്റുകൾ ഈ സെപ്റ്റംബർ മാസത്തിൻ്റെ ബിഗിനിങ്ങിൽ വലിയ തോതിലുള്ള ഡിപ്പ് അവരുടെ സെയിൽസിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് ഇവരുടെ ക്വാർട്ടർലി ഗൈഡൻസ് ഈ രീതിയിൽ സിംഗിൾ ഡിജിറ്റിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ GST ചേഞ്ചസ് വരുന്നത് കാരണം സ്വാഭാവികമായിട്ടും കസ്റ്റമേഴ്സ് അവരുടെ ബൈങ് ഡിസിഷൻ നീട്ടിവെക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സെയിൽസ് ഡിപ്പ് അവിടെ ഉണ്ടാകും. ഇത് ഓട്ടോ സെഗ്മെന്റിലും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും FMCG സെഗ്മെന്റിലുള്ള മറ്റ് സ്റ്റോക്കുകളുടെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. എന്നാൽ നവംബർ ആകുമ്പോഴത്തേക്കും ഈ GST-യുടെ ഈ ഒരു എഫക്റ്റ് ബിസിനസ്സിലും ഒക്കെ ഉണ്ടാകുമെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ഇതിൻ്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. ഇന്ന് നമ്മൾ നിഫ്റ്റി 50 സ്റ്റോക്കുകളിൽ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് നമ്മൾ കാണുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണ്. അപ്പോൾ ഇൻഡസ്ഇൻഡ് ബാങ്ക് 3% കൂടുതലുള്ള ഒരു മൂവ് ഉണ്ടാവാനുള്ള കാരണമായിട്ട് കാണുന്നത് മോർഗൻ സ്റ്റാൻലി എന്ന ഇന്റർനാഷണൽ ബ്രോക്കറേജ് ഇതിനെ അണ്ടർ വെയ്റ്റ് എന്ന ലെവലിൽ നിന്നും ഈക്വൽ വെയ്റ്റ് എന്ന ലെവലിലേക്ക് ഗ്രേഡ് ഉയർത്തിയിരിക്കുകയാണ്. അപ്പോൾ 750 എന്നുള്ള ടാർഗറ്റിൽ നിന്നും 785 എന്ന ടാർഗറ്റാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സെപ്റ്റംബർ 26 ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോൾ 10% ഒരു ഷോർട്ട് ടേം മൂവ് അവർ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ 52 വീക്ക് ആയി നിന്ന് 50% താഴേക്ക് വന്ന ഒരു സ്റ്റോക്കാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. അപ്പോൾ മോർഗൻ സ്റ്റാൻലി ഇപ്പോൾ കാണുന്നത് അതിൻ്റെ വാല്യുവേഷൻ ഡിസ്കൗണ്ടിലാണെന്നും ഇൻഎക്സ്പെൻസീവ് ആണെന്നുമാണ്. അതുകൂടാതെ പുതിയ CEO അപ്പോയിന്റ് ചെയ്തതോടുകൂടി കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസ് ഒക്കെ ക്ലീനായി മാറി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മൂവാണ് ഇന്ന് ഈ ഇൻഡസ്ഇൻഡ് ബാങ്കിൽ ഉണ്ടായത്. ഇതേപോലെ തന്നെ ബാങ്ക് ഓഫ് അമേരിക്ക അവർ ലാർസൺ ആൻഡ് ടൂബ്രോ സ്റ്റോക്കിൽ ഒരു ഡൗൺ ഗ്രേഡ് നടത്തിയതായിട്ട് കാണാം. കഴിഞ്ഞ 2 മാസങ്ങളിൽ 10% കൂടുതൽ റാലി നടന്ന ഒരു സ്റ്റോക്കാണ് ലാർസൺ ആൻഡ് ടൂബ്രോ. അപ്പോൾ ബാങ്ക് ഓഫ് അമേരിക്ക പറയുന്നത് അതിൻ്റെ വാല്യുവേഷൻ ഒരു ഫർദർ എക്സ്പാൻഷന് സാധ്യതയില്ലാത്ത ലെവൽ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അവരിതിനു മുമ്പ് ഇൻഡസ്ട്രിയൽ സെഗ്മെന്റിൽ റെക്കമെൻഡ് ചെയ്ത ഒരേ ഒരു സ്റ്റോക്കായിരുന്നു ലാർസൺ ആൻഡ് ടൂബ്രോ. അപ്പോൾ അതിൻ്റെ റോബസ്റ്റ് ആയിട്ടുള്ള ഓർഡർ ഇൻഫ്ലോയും അതുപോലെ സ്ട്രോങ് ഏർണിങ്സും റീസണബിൾ വാല്യുവേഷനും ആ സമയത്ത് ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവർ അതിനൊരു ബൈ റേറ്റിംഗ് കൊടുത്തത്. അപ്പോൾ അതിനുശേഷം ഈ സ്റ്റോക്കിലുണ്ടായ ശക്തമായ മൂവ് കാരണമാണ്
അതിൻ്റെ വാല്യുവേഷൻ ഓവർ വാല്യൂഡ് ആയതായിട്ടും ഇനി ഒരു അണ്ടർ പെർഫോമിങ്ങിലേക്ക് അത് പോകുമെന്നും അവർ സൂചന നൽകുന്നത്. അപ്പോൾ 3700 എന്നുള്ള ഒരു ടാർഗറ്റാണ് അവർ നിശ്ചയിച്ചത്. നിലവിൽ സ്റ്റോക്ക് ആ ഒരു ടാർഗറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്നും നിലവിലുള്ള വാല്യുവേഷൻ വെച്ചിട്ടുള്ള ഒരു ഫർദർ അപ്സൈഡിന് സാധ്യതയില്ലെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ IPO മാർക്കറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് 2 IPOകളുടെ ലിസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ഒന്ന് അറ്റ്ലാന്റ ഇലക്ട്രിക്കൽസിൻ്റെ ആയിരുന്നു. 754 എന്ന IPO പ്രൈസിലുണ്ടായിരുന്ന ഈ ഒരു IPO ലിസ്റ്റ് ചെയ്തത് 857 എന്ന പ്രൈസിലാണ്. ഏകദേശം 14% ഒരു ലിസ്റ്റിംഗ് ഗെയിനോടെയാണ് ലിസ്റ്റ് ചെയ്തതെങ്കിലും പിന്നീട് ശക്തമായ സെല്ലിംഗ് ആ സ്റ്റോക്കിലുണ്ടായി. നിലവിൽ നമ്മൾ കാണുന്നത് 9% ഒരു ഗെയിൻ മാത്രമാണ്. ഇതേപോലെ തന്നെ മറ്റൊരു സ്റ്റോക്ക് ഇന്ന് ലിസ്റ്റ് ചെയ്ത് ഗണേഷ് കൺസ്യൂമറാണ്. 322 എന്നുള്ള ഒരു IPO പ്രൈസ് ഉണ്ടായിരുന്ന ഈ ഒരു IPO ലിസ്റ്റ് ചെയ്തത് 296 അതായത് 8% ലിസ്റ്റിംഗ് ലോസിലാണ് ഇത് ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ IPOകളുടെ ആ ഒരു ബൂം ഒരു ഭാഗത്തും മാർക്കറ്റിൻ്റെ ബിയറിഷ്നെസ് മറ്റൊരു ഭാഗത്തും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ IPOകളോടുള്ള ആ ഒരു ക്രൈസിനെസ് ആളുകളിൽ കുറഞ്ഞു വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നിലവിൽ ക്ലോസ് ചെയ്ത് ലിസ്റ്റ് ചെയ്യാൻ ബാക്കി നിൽക്കുന്ന 7 IPOകളിൽ പലതിൻ്റെയും ഗ്രേ മാർക്കറ്റ് പ്രീമിയം നമ്മൾ പരിശോധിച്ചാൽ അത് 10% താഴെയാണെന്ന് കാണാം. കൂടാതെ 7 IPOകളിൽ 2 ഗ്രേ മാർക്കറ്റ് പ്രീമിയം നെഗറ്റീവിലാണ്. 2 IPOകളിൽ മാത്രമാണ് നല്ലൊരു ലിസ്റ്റിംഗ് ഗെയിൻ സാധ്യത കാണുന്നത്. അത് ഒന്ന് ജിൻകുശാൽ ഇൻഡസ്ട്രീസ് ആണ്, മറ്റൊന്ന് ട്രൂആൾട്ട് ബയോ എനർജിയാണ്. അപ്പോൾ ജിൻകുശാലിൻ്റെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം 14% ആണെങ്കിൽ ട്രൂആൾട്ട് ബയോ എനർജിയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം 22% കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് മാർക്കറ്റുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.